ഗായ്സ്, അപ്പോൾ നമ്മൾ അൽമാട്ടിയിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽമാട്ടി ലേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷിംബുലാക്കിലേക്ക് പോകും. ആൻഡ് ദിസ് ഈസ് അവർ ഔട്ട്ഫിറ്റ് ഫോർ ടുഡേ. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ അൽമാട്ടിയിൽ നിന്ന് ഇന്ന് വെക്കേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ അൽമാട്ടി ലേക്കാണ്. അത് കഴിഞ്ഞ് നേരെ ഷിംബുലാക്കും അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം കൊപ്പക് അങ്ങനത്തെ പറഞ്ഞൊരു ബസ് സ്റ്റാൻഡ്. അല്ല, അപ്പോൾ ഓക്കെ ഗൈസ്, ഇതൊരു ഫ്ലവർ മാർക്കറ്റാണെന്ന് തോന്നുന്നു ഗൈസ്. കുറേ സംഭവം ഫ്ലവേഴ്സ് കുറേ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇതാണ് കസഖ്സ്ഥാനിലെ ബസ്. ഓരോ ബസ്സിന് ഓരോ നമ്പർ ഉണ്ടാവും. ഈ ബസ്സിന് ഇപ്പോൾ 206 ഈ നമ്പറിൻ്റെ ബേസിസിലാണ് നമ്മൾ ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്ന് നോക്കേണ്ടത്. ആൻഡ് ഏകദേശം അതിലൊരു ഓനെ എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. ആ ആപ്പ് ത്രൂ ആണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബസ് 106 നമ്മൾ അതിനുവേണ്ടി വെയിറ്റിംഗ്. നമ്മളുടെ ബസ് വരുന്നുണ്ട് 101. ലാസ്റ്റ് വരുന്ന ബസ്സാണ് നമ്മുടെ. ഗായ്സ്, അപ്പോൾ നമ്മൾ കസക് ഫിലിം മൈക്രോ ഡിസ്ട്രിക്റ്റിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളി സ്ഥലമാണ് ഗായ്സ്. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂസ് കാണിച്ചു തരാം ഗായ്സ്. അത് മഞ്ഞുമലയാണ്. അവിടെ ഒരു ചർച്ച് ഉണ്ട്. ആൻഡ് ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ലൈക്ക് എല്ലായിടത്തും ഫ്ലവേഴ്സ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സബ്വേ ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അർജുനെ, സ്ഥലം അല്ലേ? എല്ലാവരും വരാം. അടിപൊളി സ്ഥലമാണ്. ഭയങ്കര നീറ്റാണ്, ക്ലീനാണ്. കാണണം, നല്ല രസമുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ 101 ബസ്സിൽ കയറിയിട്ട് കസക് ഫിലിം ഡിസ്ട്രിക്റ്റിലോട്ട് വന്നു. ഇനിയിപ്പോൾ അവിടെ നിന്ന് 201 എന്ന് പറയുന്ന മറ്റൊരു ബസ്, അവിടെ നിന്ന് സബ്വേ ഇറങ്ങി ഇപ്പുറം വന്നിട്ട് ഇവിടെ നിന്ന് 201 എന്ന് പറയുന്ന മറ്റൊരു ബസ് കയറിയിട്ട് വേണം നമുക്ക് എവിടെ പോവാൻ, അൽമാട്ടി ലേക്കിലോട്ട് പോകാൻ. സോ നമ്മളിവിടെ ബസ്സകത്തോട്ട് നിൽക്കാം. 34 201 വരും ഗായ്സ്. അപ്പോൾ ബസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ബസ്സിൽ കയറാൻ പോവാണ് ഗായ്സ്. നമ്മൾ ഇവിടെ ബസ്സിലെ ചേട്ടൻ ഭയങ്കര കമ്പനിയാണ്. പുള്ളി നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു അടിപൊളി ലൊക്കേഷനിൽ നിർത്തി തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം. സൂപ്പറാണ് ഗൈസ്. എൻ്റെ മോനെ, ഇവരൊക്കെ പക്ക ട്രക്കിങ് വന്നെങ്കിലുണ്ടോ ആദ്യമായിട്ട്. നമ്മൾ വെള്ളമുക്കി പോലും ഇല്ലാണ്ടോ. ഗായ്സ്, ഞങ്ങളിവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ടെന്ന് തോന്നുന്നു. ഒന്നും അറിയില്ല. ഒരു ഗൈഡ് ഉണ്ടായാൽ മതിയായിരുന്നു. ഇതിപ്പോ എന്തിനാ നിർത്തിട്ടേ ഒന്നും മനസ്സിലായില്ല. ഇവിടെ നടന്നു പോകണോ ഒരു തേങ്ങ അറിയില്ല. ഇങ്ങനെ കാണിച്ചു അവന്മാരോട് ചോദിക്കാം അങ്ങോട്ട് പോകാനാണോന്ന് അറിയില്ല. ഭാഷയും അറിയില്ല, കാശുമില്ല. എന്തായാലും നമ്മളുടെ കൂടെ വന്നവരൊക്കെ വെൽ പാക്ഡ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ബാഗും ബാക്ക് പാക്സും ഫുഡൊക്കെ ഉണ്ട് തോന്നുന്നു. എല്ലാരും പ്രിപ്പയർഡ് ആണ്. നമ്മുടെ കയ്യിൽ കാലും നമ്മളുടെ കയ്യിൽ പൊട്ട ഷൂവും ബാഗും ഇതിലൊന്നുമില്ല ഗൈസ്.
നടന്നാൽ ചാവും. വെള്ളം കുടിച്ചിട്ട് വെള്ളം പോലും ഇല്ല ഗൈസ്. വെള്ളം ഇഷ്ടം പോലെ അവിടെ ഉണ്ടല്ലോ. അവിടെ നിന്ന് കുടിക്കാം. എടാ ഇനി ക്യാബ് എടുക്കണോ? ഫോട്ടോ എടുത്ത് പഠിക്കും. ഞാനിത് സമയം നോക്കാം. മാറി മാറി ട്രൈ ഗൈസ്, ഇത് വന്നില്ലെങ്കിൽ നിങ്ങൾ വൻ മിസ്സാണ്. വൻ മിസ്സാണ്. ആ കാറോനുണ്ട് ഗൈസ്. അത് ടാക്സി കാറല്ലേ? തിരിച്ചു നിങ്ങളിത് കാണുക. ടാക്സി ഇതുണ്ടോ? 4000. നടക്കുന്ന ഈ വ്യൂ ഇവിടെ 4. ഒരു വീഡിയോ എടുത്തോ. എടാ വീഡിയോ എടുത്തോണ്ടിരിക്കും. ഇത് ഏതാ സ്ഥലം? ആരോടെങ്കിലും ചോദിച്ചാലോ? എന്തായാലും വന്ന വഴി തെറ്റി ഗൈസ്. നമുക്ക് തിരിച്ചടക്കണം. പക്ഷെ കൊള്ളാം, എല്ലാം നല്ല സ്ഥലം. വഴി തെറ്റിയതായാലും നല്ല സ്ഥലത്തിലേക്ക്. പക്ഷെ രാവിലെ ആണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നല്ല തണുപ്പുള്ളതുകൊണ്ടും നല്ല വിശപ്പുണ്ട്. ഡ്രൈവറോട് ചോദിക്കാൻ വേണ്ടി പോയേക്കാം. ഇനി എങ്ങോട്ടാ അടുത്ത് പോകുന്നതെന്ന് അറിയില്ല. മലയുടെ ഒക്കെ പൊക്കം കണ്ടു. ഗൈഡൊന്നും ഇല്ലാതെ ടൂർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാക്കേജ് എടുക്കാതെ ടൂർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. പക്ഷെ രസമാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെയല്ല എല്ലാം പഠിക്കുന്നത്. ഗൈസ്, അപ്പോൾ ആൽമാട്ടി ലേക്കിലേക്ക് പോകുമ്പോൾ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. അവിടെ നമ്മൾ ഇവിടുന്ന് കാറ് റെൻ്റ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ പെർമിറ്റ് എടുക്കും. പെർമിറ്റിന് ഏകദേശം 80,000 ടെങ്കയാവും. 80,000 ടെങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-20,000 രൂപയാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു സൈക്കിൾ ഉണ്ട്. അത് ഇലക്ട്രിക് സൈക്കിളാണ്. അതൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. അതിന് ഒരു 20,000 ടെങ്ക കൊടുക്കേണ്ടി വരും. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ താഴെ സൈക്കിളാണ്. അപ്പോൾ ഞങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ഞങ്ങൾ റേറ്റ് പറയാം. ഗായ്സ്, നമ്മളപ്പോൾ ആൽമാട്ടി ലേക്ക് കാണാമെന്നുള്ള ഒരു പ്ലാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. കാരണം നമ്മളിവിടുന്ന് പ്രൈവറ്റ് ടാക്സി എടുത്ത് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് പെർമിറ്റിന് 80,000 ടെങ്ക കൊടുക്കണം. അതിൻ്റെ തൊട്ടടിയിലായിട്ടൊരു ഇലക്ട്രിക് സ്കൂട്ടർ വിൽക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ ഏകദേശം ഒരു 15,000 ടെങ്ക. പിന്നെ ഇവിടെ ഇലക്ട്രിക് അസിസ്റ്റഡ് സൈക്കിൾസ് ഉണ്ട്. അതിന് ഏകദേശം 25,000 രൂപ ഒരു സൈക്കിളിന് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവായിട്ട് തോന്നുന്നു. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സൈക്കിൾ കിട്ടുക. അവിടെ ഒരു സൈക്കിളിന് 25,000 ടെങ്കയാണ്. പിന്നെ ഹെൽമെറ്റ്, സ്യൂട്ട്, അതിനൊക്കെ എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ ലൊക്കേഷൻ, ഇവിടെ ഒരു കരടിയുടെ പ്രതിമയൊക്കെ ഉണ്ട്. 2 പേര് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതൊരു അടിപൊളി വ്യൂ ആണ് ഗൈസ്. അവിടെ കുറേ പേര് കളിക്കുന്നുണ്ട് അവിടെയൊക്കെ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നല്ല തണുപ്പുണ്ട്, വെയിലും ഉണ്ട്. അതുപോലെ നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ നിങ്ങൾ ആൽമാട്ടി ലേക്കിലേക്ക് കാണാൻ വരികയാണെങ്കിൽ അത്യാവശ്യം ഒരു 10-20,000 രൂപയെങ്കിലും ആൽമാട്ടി ലേക്കിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നടന്നു പോകണം. 11 കിലോമീറ്റർ ഉണ്ട് നടക്കാനായിട്ട്. കുറേ പേര് നടന്നു പോണവരുണ്ട്. പക്ഷെ അവർ ട്രക്കിങ്ങിനായിട്ട് ഇതിനു വേണ്ടിയായിട്ട് മാത്രം വന്നേക്കണവർ. അപ്പോൾ അവർക്കത് കുഴപ്പമില്ല, നമുക്ക് പറ്റില്ല. പിന്നെ ഈ ലൊക്കേഷനൊക്കെ അടിപൊളിയാണ് ഗൈസ്.
അവിടെ എന്തോ ഷോപ്പൊക്കെ ഉണ്ട്. പിന്നെ നമ്മളുടെ അവിടെ അൽമാട്ടിയുടെ അവിടെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. ചെക്ക് പോയിൻറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ നിന്ന് ഒരു കാരണവശാലും നിങ്ങളൊന്നും കഴിക്കരുത്. ഭയങ്കര എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഓക്കെ. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റ്സിനൊക്കെ അവർ പറയുന്ന റേറ്റാണ്, MRP റേറ്റ് അല്ല. അങ്ങനത്തെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ കുറച്ച് കാണിച്ചു തരാം. Last ഗൈസ്, അർജുൻ്റെ ടിക്കറ്റിന് എന്തോ പ്രശ്നമുണ്ട്. എന്താ അവര് വരട്ടെ, ഒരുമിച്ച് കയറാം. ഗൈസ്, ഇതാണ് കേബിൾ കാർ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ കേബിൾ കാർ കയറിയിരിക്കുകയാണ്. കുഴപ്പമില്ല, താനല്ല ടെന്റ്. അതെ, സ്പീഡ് കൂടും. ആ സ്പീഡ് കൂടും. എനിക്ക് എടാ പറി, ഇതൊക്കെ വരും, അതാണ് പ്രശ്നം. നീ സെൻസറി ഒന്നും വിടാൻ പറ്റില്ല കേട്ടോ. ലൈറ്റ് മേടിച്ചില്ല. ഗൈസ്, ഏകദേശം എടാ ഫഹിമേ, ഫ്രണ്ടിട്ടാ പോണേ. ബാക്കോട്ട് ഇരുന്ന് നീ വെയിറ്റ് കൂടുതലല്ലേ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഷിംപിളാക്കി എത്തിയിരിക്കുകയാണ്. നൈസ്. എടാ, നമ്മുടെ റിസോർട്ട് എവിടെ? ഗീലിയല്ലേ നമ്മുടെ റിസോർട്ട്? ഗീലിയല്ലേ? സിയോ? ഓ, ഞങ്ങൾക്ക് ഇനിയും മേളിലോട്ട് പോകാനുണ്ട് ഗൈസ്. ഗൈസ്, ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇവിടെ തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഗൈസ്, ഇവിടെ നിന്ന് ചുറ്റും നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫീലാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന റിസോർട്ട് ഷിംബുലാക്ക് സ്കീ റിസോർട്ടാണ്. നമ്മളിപ്പോൾ റിസോർട്ടിലോട്ട് പോകാൻ പോവാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഷിംബുലാക്ക് സ്കീ റിസോർട്ടിലാണ്. ഞങ്ങളുടെ റൂം കാണിച്ചു തരാം. 217 ആണ് റൂം.